ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിൽ നമ്മൾ അടുത്തതായിട്ട് അറിയേണ്ടത് ഡെപ്റ്റ് അഥവാ കടം എന്നുള്ള കാര്യമാണ്. കടം ചില സമയത്ത് നല്ലതും ചില സമയത്ത് മോശവുമായിരിക്കാം. ആ കടമെടുക്കുന്നത് വ്യക്തിപരമാണെങ്കിൽ കൂടി അത് അപ്രീഷിയേറ്റിംഗ് അസറ്റിലേക്കാണെങ്കിൽ അത് നല്ല കാര്യമാണ്. ഡിപ്രീഷിയേറ്റ് അസറ്റിലാണെങ്കിൽ അത് മോശമായിട്ടുള്ള കാര്യമാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷണൽ ലോൺ എടുത്തു കഴിഞ്ഞ് അത് നല്ല കോളേജുകളിൽ പഠിച്ച് അത് നമ്മൾ എടുത്ത കടത്തേക്കാൾ കൂടുതലായിട്ട് നമുക്ക് തിരികെ കിട്ടാനുള്ള സാധ്യതയാണ് കൂടുതലെങ്കിൽ അത് നല്ലതാണ്. പക്ഷെ അത് ഡെയിലി എക്സ്പെൻസസിലേക്കാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ട് വരും. അത് ഗ്രോത്തിനെ നമ്മളത് അസിസ്റ്റ് ചെയ്യോ എന്നുള്ളതാണ് അതിനകത്ത് വരുന്നത്. ഇപ്പോൾ ബിസിനസ്സിലാണെങ്കിലും ഇൻവെസ്റ്റ്മെന്റിലാണെങ്കിലും അത് ആ കാഴ്ചപ്പാടിലൂടെ നമ്മൾ കാണണം. പ്രത്യേകിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഡെറ്റ് ടു ഈക്വിറ്റി റേഷ്യോ നമ്മൾ നോക്കും. ജനറലി അത് 1ൽ താഴെയാണെങ്കിലാണ് ആ സ്റ്റോക്സ് നല്ലതെന്ന് പറയുക. അതേപോലെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് 15% കൂടുതലാണെങ്കിൽ അത് നല്ല ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും എന്ന് നമ്മൾ കരുതപ്പെടുന്നു കടത്തിന്റെ കാര്യത്തിൽ അഥവാ ഡെപ്റ്റ്.